Thank you, Ashish. Praise Lord. I greet you all in the matchless name of our Lord and Savior Jesus Christ. So let's turn to Psalm 91, verse 14. So it says, Because he loves me, says the Lord, I'll rescue him, I'll protect him, for he acknowledges my name. മലയാളത്തിൽ അവൻ എന്നോട് പറ്റിയിരിക്കാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. So it's a very familiar verse to all of us. It's not new to us. So like all of us know this like by heart. So from our Sunday school days, we have learned these like verses, particularly the Psalm 91 and also this verse. So it says, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. So it's a very complete verse. So it says how God protects us and how God rescues us or lifts us up. I find the Malayalam translation a little more like understandable. So it includes everything we need. So what as human beings we would need. So we need protection. We need to be rescued or ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട്. So in the midst of our problems or sicknesses or wherever we are going through some problems, we will definitely need a protection or a rescue, അല്ലെങ്കിൽ ഒരു വിടുതൽ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ സിമിലർലി വി ഓൾസോ നീഡ് ഉയർച്ച. അപ്പം നാമത്തെ അറിയാൽ നമ്മളെ വിടുവിക്കും, അതേപോലെ നമ്മളെ ഉയർത്തുന്നു. അപ്പോൾ ആ ഒരു ഉയർത്ത നമുക്ക് എപ്പോഴും ലൈഫിൽ നമ്മൾ എല്ലാവരും വളരെയധികം മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ആസ് യൂത്ത്സ് നമുക്കെല്ലാം ഇനിയും നമ്മളെല്ലാവരുടെയും ചിന്തയിൽ എന്താണ്, നമ്മളിപ്പം ലൈഫിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്, നമുക്ക് വളരെയധികം മുമ്പോട്ട് പോകാനുണ്ട്. സോ വി ഹാവ് ലോട്ട് ടു ട്രാവൽ, വി ഹാവ് എ ലോട്ട് ടു അച്ചീവ്. അപ്പോൾ ആ ഒരു ചിന്ത നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ഉയർച്ചയും വിടുതലും തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. ഇറ്റ്സ് സംതിങ് വിച്ച് all of us are aspiring for. So this verse is a very like complete verse in that sense. So also it says about the name of God. So it has a very clear emphasis on acknowledging or knowing the name of God. അപ്പം ദൈവത്തിൻ്റെ നാമത്തെ അറിയുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിനെ അക്നോളജ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് നോയിങ് ഐ നോ ഹിസ് നെയിം എന്ന് പറയുന്നവരല്ല. ദൈവത്തിൻ്റെ നാമത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുക. നോയിങ് ഗോഡ് ഇസ് നോയിങ് ഹിസ് നെയിം ഓർ അക്നോളജിങ് ഹിസ് നെയിം. അപ്പം എന്താണ് ദൈവത്തിൻ്റെ പേര്, അല്ലെങ്കിൽ വാട്ട് ഇസ് ഗോഡ്സ് നെയിം? സോ വി റീഡ് ഇൻ ഐഷയ 42 verse 8, ഐ ആം ദ ലോർഡ്, ദാറ്റ് ഇസ് മൈ നെയിം. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. സോ ദ നെയിം ഓഫ് ഗോഡ് ഇസ് യഹോവ. ഇപ്പം യഹോവ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പേര്. In some translation it says I am the Lord, but in original scripts it says also in Malayalam we can see the word Yehovah used there. So Yehovah അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേര് യഹോവ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദി വേർഡ് യഹോവ? അതിൻ്റെ അർത്ഥം ഐ ആം, അല്ലെങ്കിൽ ഞാനാകുന്നവൻ എന്നാണ് യഹോവയുടെ മീനിങ് നമുക്ക് കാണാൻ സാധിക്കുന്നു. സോ വി നോ ഹൗ ഗോഡ് appeared to Moses in the burning bush. So he presented himself as Yehovah or I am who I am, അല്ലെങ്കിൽ ഞാനാകുന്നവൻ എന്ന ഒരു പേരിലാണ് ദൈവം യഹോവ മോസസിന് പ്രത്യക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ മോസസിനെ തന്നെ പ്രസന്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പേരിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരായ യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം ഞാനാകുന്നവൻ, അല്ലെങ്കിൽ ഐ ആം ഹു ഐ ആം, അല്ലെങ്കിൽ ഐ ആം എന്നാണ് ദൈവത്തിൻ്റെ പേരിൻ്റെ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ആദ്യമായി മോശയ്ക്ക്, അല്ലെങ്കിൽ when first God appeared to Moses in the burning bush to give him the guidance about leading Israelites out of their slavery, God presented himself to Moses as I am or Yehovah or I am who I am.
അപ്പം ഈ ഐ ആം അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന വാക്ക് നമ്മളെല്ലാം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ്. സോ വി ലൈക്ക് വെരി കോമൺലി യൂസ് ദിസ് വേർഡ് ഐ ആം ഓർ മൈസെൽഫ് ഓർ ഇറ്റ്സ് മീ ടു പ്രസന്റ് ourselves or to address ourselves. From if you're calling someone over the phone, so now we have the mobile screen. So earlier back in the days when we used to call people or using the landline phone and all, so where first we had to like introduce who's is speaking. So if we are speaking to someone, sometimes we say, yeah, it's me, Jnana, hello, Jnana, but we cannot use that everywhere because only to people who will recognize you can use this, that it's me or Jnana samsarikkunnu. But otherwise they would say like I know 1,000 ഞാൻ എനിക്ക് 1,000 ഞാന്മാരെ അറിയാം, ഇതിൽ ആരാണെന്ന് പറയണം. അപ്പം only in our close circles we can say like when I am calling my parents, so I'll say മമ്മി ഞാനാ, പ്രത്യേകിച്ച് ഇത് ഞാൻ ആൽബിൻ തരകനാണ് അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ആ നമ്മുടെ ഒരു ക്ലോസ് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളവരടുത്ത് മാത്രമേ ഞാൻ എന്നുള്ളത് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവ്വ ഭൂമിയുടെയും യൂണിവേഴ്സിന്റെയും the creator of everything, the creator of the earth, the universe and every creature on it and everything we see around, the creator of everything, the God, the Almighty, യഹോവ, അതായത് അത്ര വലിയ ഒരു പേരാണ്. അപ്പൊ ദൈവം ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവം, ആ ഒരു പേരിന്റെ വലിപ്പം നമുക്ക് അതിൽ നിന്ന് കാണാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യുന്നവർ ഒരുപക്ഷെ 2-3 പേരെ കാണത്തുള്ളായിരിക്കും. പക്ഷെ ദൈവം ഞാനാകുന്നവൻ അല്ലെങ്കിൽ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ അത് റെക്കഗ്നൈസ് ചെയ്യും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ യഹോവ എന്ന് പറയുന്ന ആ നാമത്തിന്റെ വലിപ്പം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും ഹോളിയസ്റ്റ് ആയിട്ടുള്ള ഒരു നെയിമാണ് യഹോവ. സോ ഇറ്റ്സ് മോസ്റ്റ് ഹോളിയസ്റ്റ് നെയിം. നമുക്ക് അറിയാം, ദി 10 commandments, it says we should not take the name of God in vain. So because of that particular verse, in those days Israelites never used to take the name of God or never used to say the word Yehovah. They like handled it with like trembling. So only in particular occasions and only the high priest or the chief priest used to take the name Yehovah, and that not regularly, only on appointed days or during some festival days. Otherwise they used to call or address God as Adonai. So it's such a holy name, it's such a big name, it's such a fearful name. സോ അത്ര വലിയ ഒരു നാമമാണ് ദൈവത്തിന്, അല്ലെങ്കിൽ അത്രയ്ക്കും വലിയൊരു പേരാണ് ദൈവത്തിന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. So I have heard that like in those days before this printing and all started, so when they write the copies of Bible, so wherever this word Yehovah is coming, so people, the writers, they go and used to like purify themselves. They used to take like wash themselves and then come and write this word. So every time they come across this word in their writings, they used to like purify themselves. So such a fearful name, such a name which they never used to take in vain. So അപ്പോൾ യഹോവ എന്ന പേര് അത്ര വലിയ ഒരു പേരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. But God being such a big God, the creator of everything, being such a big name, he did not present himself as Yehovah everywhere. He didn't say I am Yehovah everywhere to everyone. So to some people he deliberately hid the name Yehovah. So he reached those people with different names. So we can read Exodus 6 verses 2 and 3. So Exodus പുറപ്പാട് 6:2-3. So God also said to Moses, I am the Lord. I appeared to Abraham, to Isaac and to Jacob as God Almighty, but by my name the Lord I did not make myself fully known to them. അപ്പോൾ യഹോവ എന്ന എൻ്റെ നാമം അവർക്ക് ഞാൻ മറച്ചു വെച്ചു. അപ്പം to Abraham, to Isaac and to Jacob, God did not present himself as Yehovah or the creator of everything, but instead he presented himself as God Almighty. അപ്പം പല വ്യക്തികളോടും
പല രീതിയിൽ ദൈവം തന്നെ തന്നെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും. ഓൾസോ വി നോ ഹൗ ഗോഡ് പ്രസന്റഡ് ഹിംസെൽഫ് ടു Israelites. So being the creator of everything. So if we are asked to present ourselves to someone or introduce ourselves, often we come across this thing when we go and sit for interviews and all. So first thing most of the interviewers would ask it will be to introduce yourself or tell me more about yourself. So every time when we present ourselves to the person sitting in front of us, we always make sure that we do it in the best way. Sometimes we even exaggerate. So ഒരിക്കലും നമ്മളെ ചെറുതാക്കി നമ്മൾ ഒരിക്കലും ആരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യരുത്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ വലുതാക്കി കാണിക്കുവാൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കാണിക്കുക, നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വിൽ ഓൾവേസ് പുട്ട് ബിഫോർ ദം ദ ബെസ്റ്റ് ഓഫ് അസ്. അപ്പം ദൈവം എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസ്രായേലൈറ്റ്സിന് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് ദൈവത്തെ തന്നെ പ്രസന്റ് ചെയ്തപ്പോൾ അവിടെ ഐ ആം യുവർ ക്രിയേറ്റർ അങ്ങനെയല്ല ദൈവം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവിടെ അവരോട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നത് എക്സോഡസ് chapter 3 verse 15, Exodus 3:15. So God also said to Moses, say to Israelites, the Lord, the God of your fathers, the God of Abraham, the God of Isaac, and the God of Jacob has sent me to you. This is my name forever, the name you shall call me from generation to generation. So the name which God gave to Israelites, or the name with which God presented himself to Israelites is the God of your forefathers. The creator is lowering his identity to the level of his creation. So God is presenting himself, the creator of everything, creator of the universe, the earth, the everything we see around, is presenting himself as a relative or a God of someone who has created. അപ്പോൾ ദൈവം ആ ഒരു ഐഡന്റിറ്റി, ഒരു ദൈവത്തിന്റെ ഐഡന്റിറ്റി, അത്രയും ആ വലിപ്പമേറിയ ആ ഐഡന്റിറ്റി അല്ലെങ്കിൽ അത്ര വലിപ്പമേറിയ ആ നാമം, ആ ഒരു പേര് ഹൈഡ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയായ ഇസ്രായേൽ ജനത്തിന്റെ പിതാക്കന്മാരുടെ ആ ഒരു അഡ്രസ്സിലേക്ക് തന്നെ താഴ്ത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ദൈവം ഏറ്റവും പരിശുദ്ധമായ ഏറ്റവും വലിയ നാമമുള്ള ദൈവം തൻ്റെ ആ ഐഡന്റിറ്റി കുറച്ച് കാണിച്ചു, അല്ലെങ്കിൽ അത് പൂർണ്ണമായി വെളിപ്പെടുത്താതെ പലർക്കും ദൈവം അപ്പിയർ ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്യാൻ സാധിച്ചത്? ബിക്കോസ് ഹി വാണ്ടഡ് ടു മേക്ക് ഹിംസെൽഫ് മോർ അപ്രോച്ചബിൾ ടു പീപ്പിൾ. അപ്പം കൂടുതൽ അപ്രോച്ചബിൾ ആയിട്ട്, അപ്പം നമുക്ക് അടുത്തുകൂടാൻ പറ്റാത്ത പ്രകാശത്തിൽ വസിക്കുന്നവനായ ദൈവം, അത്ര ഗ്ലോറിയസ് ആയിട്ടുള്ള ദൈവം തൻ്റെ ആ മഹത്വം, ആ ഒരു ഗ്ലോറി അവിടെ പ്രസന്റ് ചെയ്യാതെ തന്നെ താഴ്ത്തി ഒരു മനുഷ്യന്റെ ലെവലിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാകേണ്ടതിന്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആയിട്ട് തോന്നേണ്ടതിന് അവരുടെ പിതാക്കന്മാരുടെ പേരിലേക്ക്, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ അഡ്രസ്സിലേക്ക്, ഈ പ്രപഞ്ചത്തിൽ എവിടെയും, അതായത് ഈ യൂണിവേഴ്സിൽ എവിടെയും ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്യും ദൈവമാണെന്ന്. അപ്പം അത്ര ഒരു പേരുള്ള ദൈവം ആ പേര് അവിടെ ഹൈഡ് ചെയ്തിട്ട് അവരുടെ പിതാക്കന്മാരുടെ ദൈവം, അല്ലെങ്കിൽ ഐ എം യുവർ ഫാദേഴ്സ് ഗോഡ്, അല്ലെങ്കിൽ ഐ എം യുവർ ഫോർ ഫാദേഴ്സ് ഗോഡ് എന്ന ആ ഒരു ലെവലിലേക്ക് ദൈവത്തിന്റെ ആ ഒരു ഐഡന്റിറ്റിയെ താഴ്ത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അത്ര വലിയ ദൈവം ആ മനുഷ്യർക്ക് അപ്രോച്ചബിൾ ആകുവാൻ തൻ്റെ ആ നാമത്തെ അവിടെ ചെറുതാക്കി അല്ലെങ്കിൽ താഴ്ത്തി കാണിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രൈസ് ലോർഡ്. അതേപോലെ ദൈവം പല വ്യക്തികൾക്ക് പല പേരിൽ ഒന്നായി നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ അബ്രഹാമിന്റെ ജീവിതം നോക്കുകയാണെങ്കിൽ we read in Genesis 17 verse 1, so God presented himself to Abraham as God Almighty. അപ്പം Abraham, in the midst of his confusions and problems and worries, God presented himself to Abraham as an almighty God, അല്ലെങ്കിൽ സർവശക്തനായ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് വിളിക്കുവാൻ, അല്ലെങ്കിൽ നിനക്ക് വേണ്ട ഗൈഡൻസ് തരുവാൻ സർവശക്തിയുള്ള ദൈവം, അല്ലെങ്കിൽ ഓൾമൈറ്റി ഗോഡായിട്ടാണ് ദൈവം അബ്രഹാമിനെ അവിടെ തന്നെ വെളിപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നമ്മൾ ഹാഗാറിന്റെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ Genesis 21 verse 17 we can see when Hagar with her son was in the desert, when there was no one around the help, when there was no one to see what they were going through, God presented him to them as El Roi, അല്ലെങ്കിൽ the God who sees me, എന്നെ കാണുന്ന ദൈവം, എൽ റോയ്, അങ്ങനെ ഒരു നാമത്തിൽ ദൈവം അവർക്ക് അവിടെ പ്രസന്റ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച്, നമ്മളുടെ നീഡിനനുസരിച്ച് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഒരിക്കലും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ദൈവത്തെ അല്ല
നമ്മൾ വിളിക്കുന്നത്. നമുക്ക് വളരെയധികം അപ്രോച്ചബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ആ മഹിമയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ തന്നെ തന്നെ ചെറുതാക്കി നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് മുമ്പാകെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. നമ്മൾ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പിതാവായ ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് പറയുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ കർത്താവിനെ യേശുക്രിസ്തുവിന്റെ നാമം, അല്ലെങ്കിൽ നെയിം ഓഫ് ജീസസ് ഇസ് സെഡ് as the highest or the mightiest of all names. Let's read Philippians chapter 2 verses 6 onwards. Philippians 2 verses 6 onwards. So who, being in very nature God, did not consider equally with God something to be used to his own advantage. Rather, he made himself nothing by taking the very nature of a servant, being made in human likeness. And being found in appearance as man, he humbled himself by becoming obedient to death, even death on a cross. Therefore God exalted him to the highest place and gave him the name that is above every name. അപ്പോൾ സകല നാമത്തിനും മേലായ നാമം, a name which is above every name. So in the New Testament we can see Jesus Christ is given the name above every name. And for what reason? Because God humbled himself, or God loved us so much that he gave his son. So he gave his son who is equal with God to us. അപ്പൊ ഭൂമിയിൽ മനുഷ്യരുടെ ആ ഒരു ലെവലിലേക്ക് ദൈവത്തിന്റെ ആ ഒരു മഹിമ വെടിഞ്ഞുകൊണ്ട് താൻ മനുഷ്യനായി, ഒരു ദാസനായി ഭൂമിയിൽ ഒരു മനുഷ്യ രൂപത്തിൽ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു മഹിമ വെടിഞ്ഞ് ദൈവം തന്നെ തന്നെ താഴ്ത്തി ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സകല നാമത്തിലും മേലായ നാമം യേശുക്രിസ്തുവിന് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം നമ്മളായിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സേവിക്കുന്നത് ഈ സകലത്തിന്റെയും ഓണറായിട്ടുള്ള, അല്ലെങ്കിൽ സകലത്തിന്റെയും ക്രിയേറ്റർ ആയിട്ടുള്ള ദൈവത്തെയാണ്, പിതാവായ ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു. അപ്പം ഏറ്റവും ദ ബിഗസ്റ്റ് നെയിം, അപ്പം നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അറിയാം ഒരാളുടെ ഐഡന്റിറ്റിയാണ്. അപ്പം പേരെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയാണ്. അപ്പം ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏർത്ത്ലി കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഐഡന്റിറ്റി മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കുട്ടി, when a child is born, we mostly would not know what is the name of that child. So after the child becomes a little older, people start calling that kid by name. Earlier kunye vaave anganeke nammal vilikkum. Appo the identity changes. So earlier in the initial years the kid will be known as son of so and so person, so or from that house, or from this family. So the identity of a kid would be based on, or in care of his parents, or his or her parents. But later when the kid grows up, he'll start getting his student in that school. So school becomes an identity, or he lives in that colony. The colony becomes an identity. And then maybe he'll start working, or he'll get a good job. Then he'll get a better identity of his own. And later the parents who would get known after their children. So if the child is getting well placed somewhere, or is getting some UPSC cleared, so ഇത് മറ്റേ നമ്മുടെ മറ്റേ ഓഫീസറിന്റെ ഫാദറാണ്. അപ്പം ആ കിഡിന്റെ പേരിൽ പിന്നെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് പേരൻസ് അറിയാൻ തുടങ്ങും. അപ്പം ഐഡന്റിറ്റി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പം അതേപോലെ ഒരേ ഐഡന്റിറ്റി അല്ലാതെ ഇപ്പം ചർച്ചിൽ വരുമ്പോഴത്തേക്ക് ഇന്ന ആളുടെ മകൻ, പക്ഷെ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ആ ഐഡന്റിറ്റി അറിയില്ല, ഇന്ന ക്ലാസ്സിലെ കുട്ടി, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആള്. അപ്പം പലയിടത്തും പല ഐഡന്റിറ്റിയാണ് ഒരു മനുഷ്യനുള്ളത്. അപ്പം ദൈവത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റമില്ല, അത് കോമൺ ആയിട്ടുള്ള ഒറ്റ ഒരു നാമം, അത്ര വലിയ ഒരു നാമമായ ദൈവം. ആ ദൈവത്തിന്റെ ആ നാമം, ആ ദൈവത്തിന്റെ നാമത്തിന്റെ ആ ഒരു വലിപ്പം, അല്ലെങ്കിൽ ആ ഒരു മഹിമ അവിടെ കാണിക്കാതെ ദൈവം പലർക്കും അപ്പിയർ ആയതായി കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് ദൈവം കൂടുതൽ അപ്രോച്ചബിൾ ആകുവാൻ, ഇപ്പം നമ്മളിപ്പം ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം കോളേജസിൽ പഠിക്കുന്നത്. അപ്പം നമുക്കിപ്പം
ഇപ്പം പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും കാര്യം നമ്മൾ നേരെ ഓടി സിഇഒയുടെ അടുത്തേക്കോ അല്ലെങ്കിൽ കോളേജിൽ മറ്റേ ഡീനിന്റെ അടുത്തേക്കോ അല്ല നമ്മൾ പോകുന്നത്. നമുക്ക് ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരാൾ. അപ്പം ഏറ്റവും വലിയ ആളെന്ന് പറയാൻ നമുക്ക് എപ്പോഴും ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അത്ര അപ്രോച്ചബിൾ അല്ല. നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു ദൂരത്തിലുള്ള ആളല്ല അവർ. അപ്പം ആ ഒരു ഗ്യാപ്പ് ദൈവം കുറയ്ക്കുവാനായിട്ട്, അല്ലെങ്കിൽ സകലത്തിന്റെയും ഏറ്റവും മേളിലായിരിക്കുന്ന ദൈവത്തെ തന്നെ താഴ്ത്തി നമ്മളുടെ ലെവലിലേക്ക് നമുക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആകുവാൻ, അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ അടുക്കുവാനായി ദൈവം തന്റെ ഐഡന്റിറ്റി അവിടെ താഴ്ത്തി കൊടുക്കുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവം എത്രത്തോളം താഴ്ത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യരോളം, ദൈവത്തിന്റെ സൃഷ്ടിയാകുന്ന ഒരു മനുഷ്യരോളം ദൈവത്തെ തന്നെ താഴ്ത്തിയായി കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ച് നമ്മളുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് സ്വയം ക്രൂശിൽ നമ്മളുടെ പാപങ്ങൾ ഏറ്റുകൊണ്ട് സ്വയം ക്രൂശിൽ മരിക്കുന്ന അത്രയധികം ദൈവം തന്റെ പുത്രനെ അയച്ച് തന്നെ താഴ്ത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ദൈവം എന്തെല്ലാം ചെയ്തു നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യത്തെ ആ ഒരു വാക്യത്തിൽ വായിച്ചതുപോലെ Psalm 91, we need to hold fast to him. നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിച്ചു. അപ്പം നമുക്ക് ദൈവത്തോട് പറ്റിയിരിക്കണം, അതേപോലെ ദൈവത്തിന്റെ നാമത്തെ അറിയണം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്, ദൈവത്തോട് കൂടുതൽ പറ്റിയിരിക്കുക, ദൈവത്തിന്റെ നാമത്തെ അറിയുക, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ കൂടുതൽ അറിയുക. അപ്പം ദൈവം എത്രത്തോളം താഴ്ത്തുന്നു നമ്മൾ കൂടുതൽ ദൈവത്തെ അറിയേണ്ടതിനാണ്. അപ്പം നമ്മൾ ദൈവത്തെ അറിയുക, അതേപോലെ ദൈവത്തോട് നമ്മൾ പറ്റിയിരിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതം, പറ്റിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാവണം നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന്റെ നാമത്തെ അറിയുക, ദൈവത്തോട് പറ്റിയിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് പറ്റിയിരിക്കുന്നത്? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ നാമത്തെ അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയാം, ഇന്ന വ്യക്തിയെ അറിയാം എന്ന് പറയുന്ന പോലല്ല. ദൈവത്തിന്റെ നാമത്തെ അറിയുന്ന പക്ഷേ ദൈവത്തെ അറിയുക എന്നാണ്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ ദൈവം ആരാണെന്ന് അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. നമ്മൾ മറ്റേ 10 കന്യകമാരുടെ ആ പോർഷൻ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ആ താമസിച്ചു അയാളോട് പറയുന്ന ഐ ഡു നോട്ട് നോ യു. അപ്പം എനിക്ക് നിങ്ങളെ അറിയത്തില്ല എന്നാണ് ദൈവം പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. അപ്പോൾ ദൈവത്തെ അല്ലാതെ നമുക്ക് അറിയുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുമ്പോൾ, ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുത്തിരിക്കുമ്പോൾ, ദൈവത്തോട് കൂടുതൽ പറ്റിയിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. അപ്പോൾ ഒരിക്കലും അകന്നിരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ അറിയാൻ സാധിക്കത്തില്ല. നമുക്കിപ്പോൾ പക്ഷേ മാനസികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം, നമുക്കിപ്പം അറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അതിൽ പലരും നമ്മുടെ അടുത്തുണ്ടാകണമെന്നില്ല. പക്ഷെ ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് എപ്പോഴും ദൈവത്തോട് അടുത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ, അവിടെ ആ വളരെ ആപ്റ്റായിട്ടുള്ളൊരു വേർഡാണ് ആ സങ്കീർത്തനത്തിൽ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കുക, അവനോട് അടുത്തിരിക്കുക എന്നല്ല, പറ്റിയിരിക്കുക എന്ന് വെച്ചാൽ ഒട്ടിയിരിക്കുക. അപ്പം അത്ര അധികം അടുത്തിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ദൈവത്തോട് നമ്മൾ കൂടുതൽ പറ്റിയിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് നമ്മളുടെ സ്വർഗീയ പിതാവ്, അല്ലെങ്കിൽ നമ്മളുടെ ഹെവൻലി ഫാദർ നമുക്ക് വളരെ അധികം അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ദൈവമാണ്. അപ്പം നമ്മളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ തീർച്ചയായിട്ടും നമ്മളെ വഴി നടത്തുവാൻ, നമ്മളെ ഗൈഡ് ചെയ്യുവാൻ, നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ ഉയർത്തുവാൻ എല്ലാം മതിയായവനായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളായിരിക്കും. ഒരിക്കലും നമുക്ക് അൺഅപ്രോച്ചബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റാത്ത, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കിപ്പം എന്തെങ്കിലും നമുക്ക് ചീഫ് മിനിസ്റ്ററിനെ കാണണം. അപ്പം അത് ഒരിക്കലും എളുപ്പമല്ല. കാരണം എന്താ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം, അപ്പോൾ ചീഫ് മിനിസ്റ്ററെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പമല്ല. കാരണം അത്ര ഒരു ഈസിലി അപ്രോച്ചബിൾ അല്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് എളുപ്പമല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ചെന്ന് കാണാൻ പറ്റത്തില്ല. കാരണം അപ്പോയിന്റ്മെന്റ് എടുക്കണം, പലതവണ അതിന്റെ പുറകെ നടന്ന് ചിലപ്പം പല ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും നമുക്ക് കാണാനുള്ള അവസരം വരുന്നത്, അതും വളരെ കഷ്ടപ്പെട്ട് ശ്രമിച്ചാൽ. എന്നാൽ അതിനെല്ലാം മുകളിലുള്ള ദൈവം, സർവശക്തനായ ദൈവം, സകലത്തിന്റെയും ക്രിയേറ്ററും ഓണറും ഉടയവനുമായ ദൈവം അതിലെല്ലാം അധികം അപ്രോച്ചബിൾ ആയിട്ട് നമ്മൾ വിളിക്കുന്ന ദൂരത്തിൽ നമ്മളുടെ ആവശ്യത്തിനെല്ലാം മതിയാവനായി വളരെ അടുത്ത്, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നടുവിൽ വളരെ അടുത്തിരുന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഇരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തില്ലുമ്പോൾ, നമ്മുടെ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവം നമ്മളെ വിടുവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തെ നമ്മൾ അറിയുന്ന ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് ദൈവം നമ്മളെ ഉയർത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ അധികം പ്രാർത്ഥനയോടെ ദൈവാശ്രയത്തോടെ നമുക്ക് കൂടുതൽ ദൈവത്തോട് നമുക്ക് അടുത്തിരിക്കാം. അപ്പം നമുക്ക് യോഹന്നാൻ സുവിശേഷത്തിൽ അതിന്റെ 15-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഐ ആം ദി ട്രൂ വൈൻ. അപ്പൊ അവിടെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഐ ആം ദി ട്രൂ വൈൻ ആൻഡ് മൈ ഫാദർ
is the gardener. അപ്പോൾ അതിനെ 4-5 വാക്യം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. Remain in me as I also remain in you. No branch can bear fruit by itself. It must remain in the vine. Neither can you bear fruit unless you remain in me. അപ്പോൾ ദൈവത്തിൽ പറ്റിയിരിക്കുക അല്ലെങ്കിൽ ദൈവത്തിൽ റിമെയിൻ ചെയ്യുക അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ബ്രാഞ്ച് ലൈക്ക് എ ബ്രാഞ്ച് ഇസ് പാർട്ട് ഓഫ് ദ വൈൻ ഓർ പാർട്ട് ഓഫ് ദി ട്രീ. We need to be part of God. We need to be always connected. So it is the vine is connected, right? So from the root it is connected till the tip of the branch. So everything is connected. So that type of a connection we need to have with our God or with Jesus. അപ്പം അതേപോലെ നമുക്ക് അതിന്റെ 5th വേഴ്സിൽ കാണാൻ സാധിക്കുന്നത് I am the vine, you are the branches. If you remain in me and I in you, you will bear much fruit. Apart from me you can do nothing. അപ്പോൾ ദൈവത്തിൽ കൂടെ അല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ കർത്താവിനോട് പറ്റിയിരിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് നമുക്ക് ഈ ദൈവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിൽ കണ്ടതുപോലെ നമ്മളായിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ്, അല്ലെങ്കിൽ സകലത്തിന്റെയും ഉടയവനായ ദ ക്രിയേറ്റർ ഓഫ് എവറിത്തിങ്, ദി ഓണർ ഓഫ് എവറിത്തിങ്, ദ വൺ ഹു ക്രിയേറ്റഡ് ദ യൂണിവേഴ്സ്, ദി എർത്ത് ആൻഡ് എവറിത്തിങ് വി സീ ഇൻ ഇറ്റ്. And we are in the presence of such a mighty God. ആ ദൈവത്തിന്റെ നാമം എന്ന് പറയുന്നത് ഏറ്റവും വലിയ നാമം, the biggest name, the holiest of all name. And he has brought himself down, he has humbled himself down to our level, a level where it is more approachable for us. അപ്പോൾ നമുക്ക് കൂടുതൽ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പറ്റുന്ന ആ ഒരു നിലയിലേക്ക് ദൈവം തന്നെ താഴ്ത്തി. അപ്പോൾ അത്ര വലിയ ഒരു ദൈവത്തിന്റെ ആ ഒരു പ്രസൻസ് ആണ് നമ്മളോട് കൂടെ ഉള്ളത്. അപ്പം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് കൂടുതൽ പറ്റിയിരിക്കുക, അവന്റെ നാമത്തെ അറിയുക. വി നീഡ് ടു ഹോൾഡ് ഫാസ്റ്റ് ടു ഹിം ആൻഡ് വി നീഡ് ടു റിമെയിൻ ഇൻ ഹിം ആസ് എ ബ്രാഞ്ച് ഇസ് റിമെയിനിങ് ഇൻ ദ വൈൻ. അപ്പോൾ അത്രയധികം അടുത്ത് നമ്മൾ ദൈവത്തോടിരിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. ദൈവം നമ്മൾക്ക് വേണ്ടിയാണ് തന്നെ താഴ്ത്തി, അല്ലെങ്കിൽ നമ്മളുടെ വിടുതലിന് വേണ്ടി, നമ്മളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ച് നമ്മളുടെ പാപങ്ങളെ ഏറ്റെടുത്തത്. അപ്പം നമ്മൾ ദൈവത്തോട് കൂടുതൽ പറ്റിയിരിക്കുവാൻ ബാധ്യസ്ഥരാണ്. നമ്മളുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, നമ്മളുടെ വറീസിന്റെ നടുവിൽ, നമ്മളുടെ കൺഫ്യൂഷൻസിന്റെ നടുവിലെല്ലാം നമ്മളെ തീർച്ചയായും ഗൈഡ് ചെയ്യുവാൻ, വിടിയിക്കുവാൻ, വഴി നടത്തുവാൻ എല്ലാം മതിയായവനായ ദൈവമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മൾ ദൈവത്തോട് കൂടുതൽ പറ്റിയിരിക്കണം, നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കണമെന്ന് കാണാൻ സാധിക്കുന്നു. ഇവിടെ യൂത്ത്സിന് പല കൺഫ്യൂഷൻസും ജീവിതത്തിലേക്ക് കടന്നു വരാം. നമുക്ക് പല അൺസർട്ടേണിറ്റീസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് മുമ്പോട്ട് എന്താകുന്ന അറിയാത്ത പല അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നേക്കാം. എന്നാൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെ വളരെ നന്നായി അറിയുന്ന ഒരു ദൈവം, നമ്മുടെ കൂടുതൽ അറിവ്, നമ്മളുടെ പിതാക്കന്മാരുടെ ദൈവം എന്ന് തന്നെ താഴ്ത്തി നമ്മളുടെ കാര്യങ്ങളെല്ലാം അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മളായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത്, ദൈവത്തോട് കൂടുതൽ പറ്റിയിരിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും. നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ, നമ്മളുടെ കൺഫ്യൂഷന്റെ മുമ്പിലെല്ലാം ദൈവം നമ്മളെ ഗൈഡ് ചെയ്യാൻ, വഴി നടത്തുവാൻ മതിയാണെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഏറെ പ്രാർത്ഥനയോടെ, പ്രത്യാശയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. വളരെയധികം ദൈവാശ്രയത്തോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തിയെല്ലാം ഈ വചനങ്ങളെ ദൈവം നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.